ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പച്ചമാങ്ങ കൊണ്ടുള്ള ഒരു സ്ക്വാഷാണ് ഉണ്ടാക്കുന്നത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്നതാണ് ഈ ഒരു സ്ക്വാഷ്. കുട്ടികൾക്ക് പോലും ഇത് കഴിക്കാം. അധികം പുളിയോ ഒന്നും ഇല്ലാതെയാണ് സ്ക്വാഷ് ഉണ്ടാക്കുന്നത്. ഇതുണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ചൂട് സമയത്തൊക്കെ ഉപയോഗിക്കാം. ഇനി വീഡിയോയിലോട്ട് പോകാം. പച്ചമാങ്ങ സ്ക്വാഷ് ഉണ്ടാക്കാനായിട്ട് മാങ്ങ എടുത്തിട്ടുണ്ട്. ഇത് നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കാം. മാങ്ങയുടെ തോലൊക്കെ കളഞ്ഞ് മാങ്ങ ചെറിയ പീസായിട്ട് മുറിച്ചെടുക്കാം. നല്ല പുളിയില്ല മാങ്ങയാണ്, അതുകൊണ്ട് ചെറിയൊരു മാങ്ങ മാത്രമേ എടുക്കുന്നുള്ളൂ. സ്ക്വാഷ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ക്വാണ്ടിറ്റി കുറച്ചധികം എടുത്താൽ മതി. ഈ സ്ക്വാഷ് 1 മാസത്തോളം ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെക്കാൻ കഴിയും. ചെറിയ പീസായിട്ട് മുറിച്ചെടുത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. അതുകൊണ്ട് നന്നായി ചെറുതായിട്ടാണ് ഇത് മുറിച്ചെടുക്കുന്നത്. ഇതിനി പച്ചമാങ്ങ മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. സ്ക്വാഷിന് വേണ്ടി മാങ്ങ ചെറിയ പീസായി മുറിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 5-10 പുതിനയുടെ ഇല ചേർക്കുക. അതുപോലെ ചെറിയൊരു പീസ് ഇഞ്ചി ചേർക്കുക. ഒരു പച്ചമുളക് ഇതും കൂടി ചേർത്തിട്ട് നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും, പുളിയും ഉണ്ടാവും. ചെറിയൊരു എരിവും കൂടി ആകുമ്പോൾ ആ സ്ക്വാഷിന് വേറെ തന്നെ നല്ലൊരു രസമായിരിക്കും. അധികം എരിവൊന്നും കാണില്ല, എന്നാലൊരു ടേസ്റ്റ് ഒന്ന് വേറെ ആയിരിക്കും. പിന്നെ ഈ ചെറിയൊരു പകുതി നാരങ്ങയുടെ ജ്യൂസും ഇതിൽ ചേർക്കാം. കുറച്ച് വെള്ളവും ചേർത്ത് നല്ല പേസ്റ്റ് പോലെ ഇത് അരച്ചെടുക്കാം. ഇതിനി അരിച്ചെടുക്കാം. ഇത് 1-2 പ്രാവശ്യമായിട്ട് അരിച്ചെടുക്കണം. എന്നാലാണ് അതിൻ്റെ മുഴുവൻ പോയിട്ട് നമുക്ക് ശരിക്കും അതിൻ്റെ പുളിയിലെ വെള്ളം മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഒരു നേരിയ തുണി വെച്ചിട്ട് അരിച്ചെടുത്താലും മതി. അരിച്ചെടുത്തിട്ടുണ്ട്. ഇതിന് കളയാം. ഒന്നും കൂടി വീണ്ടും അരിച്ചെടുക്കാം. ഇതിന് ഒരു 10 മിനിറ്റ് ഇങ്ങനെ വെറുതെ ഒന്ന് സെറ്റ് ആവാനായിട്ട് വെക്കാം. അപ്പം കുറച്ച് അഴുക്ക് പോലത്തെ ഉണ്ടെങ്കിൽ, ഇതിൻ്റെ പേസ്റ്റ് പോലത്തെ ഉണ്ടെങ്കിൽ ഇത് അടിയിലോട്ട് പോകും. അപ്പം ഇതിൻ്റെ മുകളിലുള്ള വെള്ളം മാത്രം വീണ്ടും ഇതിലേക്ക് കുറച്ച് 1/2 കപ്പും കൂടി വെള്ളം ചേർക്കാം. 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് പഞ്ചസാര മെൽറ്റ് ചെയ്യാം. പഞ്ചസാര ഫുൾ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മാങ്ങയുടെ ജ്യൂസ് കുറച്ചായി ചേർക്കാം. മേലെയിൽ ആ ഒരു വെള്ളം മാത്രം ചേർത്താൽ മതി. അടിയിലത്തെ കട്ടിയായിട്ടുള്ളത് വേണ്ട. ഇനി ഇത് നന്നായിട്ട് കുറുക്കി എടുക്കാം. ഇനി അഥവാ നോക്കുമ്പോൾ പഞ്ചസാര കുറവാണെങ്കിൽ, പുളി കൂടുതലായി നിൽക്കുന്ന പഞ്ചസാര കുറവാണെങ്കിൽ കുറച്ചും കൂടി പഞ്ചസാര ഇതിൽ ചേർക്കാം. പുളി ഒന്ന് ബാലൻസ് ചെയ്യാൻ ഒരു നുള്ളു ഉപ്പും ചേർക്കാം. ഇതിൻ്റെ മുകളിൽ വരുന്ന ഈ ബബിൾസ് ജസ്റ്റ് ഒന്ന് ഊരിയെടുത്തിട്ട് മാറ്റാം. ഇത് കുറുകി വരാൻ കുറച്ച് ടൈം എടുക്കും. ഇതിന് കളറില്ലല്ലോ, അതുകൊണ്ട് ഒരു ഡ്രോപ്പ് പച്ച കളറ് ചേർത്ത് കൊടുക്കുക. കാണാനൊരു നല്ലൊരു ഭംഗിയുണ്ടാവും. ഏകദേശമായി വരുന്നുണ്ട്. അതിൽ ഒട്ടുന്ന ഭാഗമാകുമ്പോഴാണ് ഇതിൻ്റെ ശരിക്കുള്ള കൺസിസ്റ്റൻസി. ഇത് ഏകദേശം ആയിട്ടുണ്ട്. ഇതിങ്ങനെ നോക്കുമ്പോൾ കൈമേൽ ഇങ്ങനെ നിൽക്കണം.
അപ്പോൾ അതിനില്ല കുറച്ചുകൂടി ആവാനുണ്ട്. ദേശമായിട്ടുണ്ട്. അതായത് നൂല് പോലെ നിൽക്കണം. ഇതുപോലെ ആണ് ഇതിൻ്റെ ശരിക്കും കൺസിസ്റ്റൻസി. ഇനി ഇത് ഓഫ് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് ബബിൾസ് ഒക്കെ ഉണ്ട്. ഇതിന് ജസ്റ്റ് ഒന്ന് കുറച്ച് തണുക്കുമ്പോഴേക്ക് ഇതിൻ്റെ ബബിൾസ് ഒക്കെ പോയിട്ട് നല്ലൊരു ലിക്വിഡ് ഫോമിലായിട്ട് ഉണ്ടാവും. നന്നായിട്ട് ഇതിൻ്റെ ബബിൾസ് ഒക്കെ പോയി ഇപ്പം നല്ല ലിക്വിഡ് പോലെ ആയിട്ടുണ്ട്. ഇതിനി നന്നായി തണുത്തതിന് ശേഷം ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം. 2-3 ഐസ് ക്യൂബ് ഇടാം. ഇനി ഇതിലേക്ക് പച്ചമാങ്ങ സ്ക്വാഷ്. ഇതിൻ്റെ അകത്ത് കുറച്ചൊഴിക്കാം. കുറച്ചേ ആവശ്യമുള്ളൂ, കൂടുതൽ ആവശ്യമില്ല. നല്ല പഞ്ചസാരയൊക്കെ ഇട്ട് നല്ല ഇതായതുകൊണ്ട് വളരെ കുറച്ച് മാത്രമേ ആവശ്യമുള്ളൂ. ഇനി ഇതിലേക്ക് കുറച്ച് ബ്ലാക്ക് കസ്കസ് ചേർക്കാം. അപ്പോൾ ഒരു കാണാനൊരു നല്ലൊരു ഭംഗി ഉണ്ടാവും. ടേസ്റ്റും അത് വയറിനൊക്കെ ഭയങ്കര നല്ലതാണ്, അതുകൊണ്ടത് കുറച്ചിടാം. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിക്കാം. ഇതിന് മാങ്ങയുടെ പുളിയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. നല്ല ചെറിയൊരു പുളിയും അതുപോലെ തന്നെ ചെറിയൊരു മധുരം അങ്ങനെയൊക്കെ ആയിട്ടാണ് ഇത്. ചെറിയൊരു ഡെക്കറേഷന് കൊണ്ട് കുറച്ചൊരു പുതിനയും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെക്കാം. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്നതാണ് ഈ ഒരു പച്ചമാങ്ങ സ്ക്വാഷ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു.